പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ഫെബ്രുവരി 8 ഞായർ. പരിശുദ്ധ സഭ സകല വാങ്ങിപ്പോയവരെയും അനുസ്മരിക്കുന്ന ആനീദെ ഞായറാഴ്ചയാണല്ലോ ഇന്ന്. സഭയുടെ ഏറ്റവും ആത്മീയവും ഹൃദയസ്പർശിയുമായ അനുസ്മരണ ദിനങ്ങളിൽ ഒന്നാണ് ഇത്. വെറും വാങ്ങിപ്പോയ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർക്കാനുള്ള ദിനം മാത്രമല്ല, മറിച്ച് ജീവിച്ചിരിക്കുന്ന നമ്മെ ആത്മീയമായി ഉണർത്താനും ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുവാനും നൽകിയിരിക്കുന്നതായ ഒരവസരം. അനിതേ ദിനം നമുക്ക് രണ്ട് മഹത്തായ സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഒന്ന്, അനീതെ ഒരു പ്രത്യാശയാണ്. രണ്ട്, അനീതെ ഒരു ആഹ്വാനമാണ്. അനീതി ഒരു പ്രത്യാശയാണ്. നമുക്കറിയാം, മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വേദനയാണ് മറ്റുള്ളവർ നമ്മിൽ നിന്ന് വേർപെടുന്നത്. നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നമ്മെ വിട്ടുപോകുമ്പോൾ നാം ദുഃഖത്തിലാകുന്നു. അവരുടെ ഓർമ്മകൾ നമ്മെ കണ്ണീരിലാഴ്ത്തുന്നു. എന്നാൽ ക്രിസ്തീയ വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്നത് മരണം എല്ലാത്തിൻ്റെയും അവസാനമല്ല എന്ന സത്യമാണ്. യേശുക്രിസ്തു യോഹന്നാൻ 11:25 വ്യക്തമായി പറയുന്നുണ്ട്, ഞാൻ ഉയർപ്പും ജീവനും ആകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഈ വചനമാണ് നമ്മുടെ ആശ്വാസവും പ്രത്യാശയും. കർത്താവിൽ വാങ്ങിപ്പോയവർ നഷ്ടപ്പെട്ടു പോയവരല്ല, അവർ ദൈവസന്നിധിയിൽ വിശ്രമിക്കുകയാണ്. വിശുദ്ധനായ പൗലോസ് 1 തെസ്സലോനിക്കർ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോടുകൂടെ കൊണ്ടുവരും. അതിനാൽ ക്രിസ്ത്യാനിക്ക് കല്ലറ ഭയത്തിന്റെ അടയാളമല്ല, അത് പ്രത്യാശയുടെ അടയാളമാണ്. കല്ലറ അവസാനമല്ല, അത് നിത്യജീവിതത്തിലേക്കുള്ള കവാടമാണ്. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർക്കുമ്പോൾ ദുഃഖമുണ്ടെങ്കിലും അതിനോടൊപ്പം ഉറച്ച പ്രത്യാശ നമുക്കുണ്ട്. ഒരു നാൾ ദൈവരാജ്യത്തിൽ വീണ്ടും കൂടിച്ചേരുമെന്ന വിശ്വാസം നമ്മെ ആശ്വസിപ്പിക്കുന്നു. അത് പ്രത്യാശയിലേക്ക് നമ്മെ നയിക്കുന്നു. രണ്ടാമതായി, അനീതെ ഒരു ആഹ്വാനമാണ്. ഈ ദിവസം വാങ്ങിപ്പോയവരെ മാത്രം ഓർക്കാൻ വേണ്ടിയുള്ളതല്ല, ജീവിച്ചിരിക്കുന്ന നമ്മെ പരിശോധിക്കുവാൻ വേണ്ടിയുള്ള ഒരു ദിനവുമാണ്. ഓരോ അനുസ്മരണവും നമ്മോട് ചോദിക്കുന്നു, നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദകരമാണോ? ഇന്ന് നമ്മുടെ ജീവിതം അവസാനിച്ചാൽ നിത്യജീവിതത്തിൽ നാം എത്തിച്ചേരുമോ? സങ്കീർത്തനം 90:12 എഴുതിയിരിക്കുന്നത് പോലെ, ഞങ്ങളുടെ ദിവസങ്ങളെ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, അപ്പോൾ ജ്ഞാനഹൃദയം നേടും. ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ജീവിതം വളരെ ചെറുതും വിലപ്പെട്ടതുമാണെന്ന സത്യമാണ്. നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. അതിനാൽ ഓരോ ദിവസവും ദൈവത്തിനായി ജീവിക്കേണ്ടതുണ്ട്. നമ്മുടെ മുൻഗാമികൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. അവർ പ്രാർത്ഥനയിൽ ജീവിച്ചു. അവർ സഭയെ സ്നേഹിച്ചു. അവർ നന്മയും വിശുദ്ധിയും നിറഞ്ഞതായ ജീവിതം നയിച്ചു. അവരുടെ ജീവിതം നമുക്ക് മാതൃകയാണ്. അവരുടെ പാത പിന്തുടരാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ മേൽ ഉണ്ട്. അനീതെ നമ്മെ വിളിക്കുന്നത് പാപത്തിൽ നിന്ന് മടങ്ങി വരുവാനുമായിട്ടാണ്. ക്ഷമ ചോദിച്ച് ബന്ധങ്ങൾ പുതുക്കാൻ, ദൈവത്തോടുള്ള ബന്ധം ശക്തിപ്പെടുത്തുവാൻ, വിശുദ്ധ ജീവിതത്തിലേക്ക് നടക്കാൻ നമ്മെ ഇത് ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് തന്നെ നമ്മുടെ ഹൃദയം ദൈവത്തിന് സമർപ്പിക്കണമെന്ന് നമ്മെ ഇവിടെ ഓർമ്മിപ്പിക്കുക. പ്രിയരെ, ഇത് നമ്മുടെ വാങ്ങിപ്പോയുടെ ആത്മാക്കളെ ഓർക്കുമ്പോൾ കണ്ണീരോടെയല്ല, കൃതജ്ഞതയോടെ ഓർക്കാം. അവർ നമുക്ക് നൽകിയ സ്നേഹത്തിനും വിശ്വാസത്തിനും മാതൃകയ്ക്കും നന്ദി പറയാം. അതോടൊപ്പം അവരുടെ വിശ്വാസപാതയിൽ നടക്കാൻ നമുക്ക് പ്രതിജ്ഞയെടുക്കാം. വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ, അനീതെ ഒരു പ്രത്യാശയാണ്. കാരണം ക്രിസ്തുവിൽ മരണം ജയിച്ചിരിക്കുന്നു. അനീതെ ഒരു ആഹ്വാനമാണ്. കാരണം നാം വിശുദ്ധ ജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാം, വിശ്വാസത്തോടെ നടക്കാം, വിശുദ്ധിയോടെ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട ജീവിതം നയിക്കാം. ഒരു നാൾ നമ്മുടെയും ജീവിതം നല്ല സാക്ഷ്യമായി ഓർക്കപ്പെടട്ടെ. പ്രാർത്ഥിക്കാം. കരുണാനിധിയായ ദൈവമേ, ഈ ആനീതേ ദിനത്തിൽ
ഞങ്ങൾ നിന്റെ സന്നിധിയിൽ വിനയത്തോടെ നിൽക്കുന്നു. കർത്താവിൽ നിദ്ര പ്രാപിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവർക്ക് നിത്യ വിശ്രമവും ശാശ്വത പ്രകാശവും അരുളി ചെയ്യണമേ. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനും വിശുദ്ധ ജീവിതം നയിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതവും നിനക്ക് പ്രസാദകരമായ സാക്ഷ്യമായി മാറട്ടെ. നിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ ഒരുമിപ്പിച്ച് നിത്യജീവിതത്തിനായി ഞങ്ങളെ ഒരുക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.